പി വി അൻവർ എന്ന് പറയുന്ന ആളോട് ഏതെങ്കിലും കാലത്ത് മുൻപ് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു താല്പര്യമോ വ്യക്തിപരമായ താല്പര്യമോ തോന്നിയിട്ടില്ല. പി വി അൻവർ രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കുമ്പോൾ, പി വി അൻവർ ശ്രീ വി ഡി സതീശനെതിരായിട്ട് സംസാരിക്കുമ്പോൾ, ശ്രീ കെ സി വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ, പാർട്ടിക്കെതിരായി സംസാരിക്കുമ്പോഴൊക്കെ അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായി പ്രതികരണങ്ങളിലൊന്നും നിങ്ങളുടെയൊക്കെ ലൈബ്രറി നോക്കിയാൽ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് പി വി അൻവറിനെ കണ്ടതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം CPM-ന് വേണ്ടി അതിശക്തമായി ബാറ്റ് ചെയ്യുകയും ശ്രീ പിണറായി വിജയൻ പിതൃസ്ഥാനീയനാണെന്ന് പറയുകയും ചെയ്തിടത്തുനിന്ന് പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ആ മൊമെന്റ് തൊട്ട് അയാൾ പറയുന്ന ആ കാര്യത്തോട് യോജിപ്പുണ്ട്. പിണറായിസത്തിനെതിരായിട്ടുള്ള അയാളുടെ ഫൈറ്റിനോട് യോജിപ്പുണ്ട്. കാരണം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത്. വ്യക്തിപരമായി പറയുമ്പോൾ പിണറായിസം വേട്ടയാടാൻ ശ്രമിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷം മാത്രം 4 തവണയായി 40 ദിവസമാണ് എന്നെ പിണറായി വിജയന്റെ പോലീസ് ജയിലിലിട്ടത്. 4 തവണയായി 40 ദിവസം. വേറെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ടി വന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. മുൻകാലങ്ങളിലും ഒരുപാട് യുവജന സംഘടനാ നേതാക്കന്മാരും അധ്യക്ഷന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണം, ഞാനുമായി ഒരു തര ബന്ധവുമില്ലാത്ത ഒരു ആരോപണത്തിൽ എന്നെ കുടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. അത് ശ്രീ പി വി അൻവർ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രീ പി വി അൻവർ ഇന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന ശ്രീ അജിത് കുമാർ എന്ന് പറയുന്ന മുൻ ADGP, അയാൾ ചെയ്തതെന്താ? അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്യണം, ബാക്കിയൊക്കെ പിന്നീട് നോക്കാമെന്ന് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എനിക്കെതിരായിട്ട് തെളിവില്ല. എനിക്കെതിരായി തെളിവില്ല എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, IPS റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അയാൾക്ക് ഇന്നൊരു ഓഫീസും സ്വന്തമായി ഒരു ഔദ്യോഗിക വാഹനം പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഞാനിതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ അങ്ങനെയൊക്കെ പിണറായിസം വേട്ടയാടാൻ ശ്രമിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ. എന്നെ മാത്രമല്ല, മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ചില ആളുകൾക്ക് ഇപ്പോ ചില വല്ലാത്ത അനുകമ്പയും ആനുകൂല്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മാധ്യമപ്രവർത്തനത്തെ പൊതുവായി ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരെ, ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂരുകാരെ വന്യമൃഗങ്ങൾ വേട്ടയാടുന്നത് പോലെ തന്നെ വന്യമായി വേട്ടയാടുന്ന പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന ഒരാള് ആ കോസിൽ നിന്ന് മാറാൻ പാടില്ല. ആ കോസിൽ ഞാൻ ഇന്നലെ ശ്രീ പി വി അൻവറിനോട് സംസാരിച്ച കാര്യവും, രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിന്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും ശ്രീ പി വി അൻവർ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തീരുമാനങ്ങൾ അതിവൈകാരികമായിട്ടല്ല എടുക്കേണ്ടത്. നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക UDF-നാണ്. ആ UDF-നെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അത് ഏതെങ്കിലും ഒരു ചുമതലയുടെ അടിസ്ഥാനത്തിലോ അനുനയത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പിണറായിസത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചു. അതിനു മുൻപോ ഒന്നും പി വി അൻവർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനോട് ഒരു തരത്തിലുമുള്ള ബന്ധമുണ്ടായിരുന്ന ആളല്ല ഞാൻ. പി വി അൻവർ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയത്തോട് യോജിപ്പോ താല്പര്യമുണ്ടായിരുന്ന ആളല്ല ഞാൻ. പക്ഷെ അയാൾ പിണറായിസത്തിനെതിരായിട്ട് പറയുന്നു. ഇന്നലെ പോലും അയാൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ല. നമുക്ക് ശ്രീ പി വി അൻവറിനെ അറിയുന്നത് എങ്ങനെയാ? ധനാഠ്യനായ വ്യവസായിയായ ഒരാള് 9 വർഷം കൊണ്ട് അയാളുടെ സമ്പത്തിനെ വരെ കൊള്ളയടിച്ച ഒരു സംവിധാനം, ആ സംവിധാനത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിവൈകാരികമായി തീരുമാനങ്ങളെടുത്ത് ലക്ഷ്യം മാറരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് സൂചിപ്പിച്ചത്.